ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്നതായ കറണ്ട് സിറ്റുവേഷൻ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ വിഷമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നടക്കുന്നതായിട്ട് ബാങ്കിലോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടയിലോ നിങ്ങൾ അവരുടെ പിറകെ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റു ചില വ്യക്തികൾ ഇവിടെ ഓഫറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ പേഴ്സണിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ചില വ്യക്തികൾ ഇവിടെ കാത്തു നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, ജോലി സംബന്ധമായിട്ട് ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ടെൻഷനായി ഇരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും രീതിയിൽ മാനസിക പ്രതിസന്ധി നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്ത് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ഒരുപാട് കെയറിങ് ഉള്ള വ്യക്തിയാണെന്നും നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണെന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് നേടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണെന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്ത വ്യക്തിയാണ് എന്ന് അവർ ചിന്തിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില തോട്ടുകൾ നിങ്ങൾക്ക് അതിന് വേണ്ടി വിടുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില നെഗറ്റീവ് തോട്ടുകൾ പറഞ്ഞ് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾക്കുള്ളതായി നിങ്ങളുടെ പേഴ്സൺ പരാതിപ്പെടുന്നു. ഓക്കെ, എന്നാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. നിങ്ങൾ ഒരുപാട് പ്ലാനിങ് ചെയ്താണ് ഓരോ കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കുന്നതെന്ന് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോഴും ഒരു കാര്യം മുന്നിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് കുറവായിട്ട് കാണുന്നു. എന്ത് കാര്യം വന്നിരുന്നാലും നിങ്ങൾക്ക് 2 ഡിസിഷനാണ് ഉള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഏതൊരു കാര്യം പറഞ്ഞിരുന്നാലും പെട്ടെന്ന് വിഷമിച്ച് ഡിപ്രഷനിലോട്ട് കടന്നു പോകുകയും ഐസൊലേഷനിലോട്ട് കടന്നു പോകുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ റീയൂണിയൻ ഉണ്ടാകുമോ? നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.